എട്ടാമത്തെ സ്കന്ധത്തില് ദേവിയുടെ വരദാനാണ് വർണ്ണിക്കുന്നത്. അതപ്പോ എന്താണ്, അല്ലയോ വ്യാസമഹാശയ, ഇങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. ആ വിളിയന്നെ പോരെ, വ്യാസമഹാശയാന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സൂര്യചന്ദ്ര വംശജരുടെ കഥകൾ അങ്ങയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു. ഇതൊക്കെ ഞാൻ കേട്ടു. ഇനി ഓരോ മന്വന്തരത്തിലും ആ പരാശക്തി ഏത് രൂപത്തിലാണ് പൂജിക്കേണ്ടത്, ഏത് മന്ത്രബീജം കൊണ്ടാണ് ആരാധിക്കേണ്ടതെന്നും പറഞ്ഞു തരണം. വിരാട് രൂപം ഏത് തരത്തിലാണെന്നും പറഞ്ഞു തരണം. ഒക്കെ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ജനമേജയ രാജാവിന്റെ ചോദ്യം കേട്ട് മഹർഷി പറയാൻ തുടങ്ങി. അവർക്ക് അങ്ങനെ ഒന്ന് എറിഞ്ഞു കൊടുത്താൽ മതി, പിന്നെ അവരത് പിടിച്ചോളും. അങ്ങനെ കേൾക്കുന്നവർക്ക് കേൾക്കാനും താല്പര്യമെന്ന് നമ്മളെ ഇന്നത്തെ ജനങ്ങളെ പോലെയല്ല. പറയുന്നവർക്ക് പറയാനോ, അവർക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ അല്ലേ പറയാനുള്ളൂ. പരദൂഷണവും അതും ഇതൊന്നും പറയാനില്ലല്ലോ. ഇങ്ങനെ ഈശ്വരീയമായ കാര്യങ്ങൾ എന്തെങ്കിലും അവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കേൾക്കേണ്ടവര് അതി താല്പര്യത്തോടെ കേൾക്കുകയും ചെയ്യും. അപ്പൊ ദേവിയുടെ ആരാധന എപ്രകാരം വേണമെന്ന് പറഞ്ഞു തരാം. മംഗളപ്രദമായ ആ ആരാധന അനുഷ്ഠിച്ച് മംഗളം നേടിയാലും അങ്ങ് എന്നാണ് പറയുന്നത്. പണ്ട് ഈ ചോദ്യം ദേവർഷി നാരദൻ നാരായണമുനിയോട്, നരനാരായണന്മാരിലെ നാരായണമുനിയില്ലേ, അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്. യോഗരഥനായ ആ മഹർഷി പറഞ്ഞ ഉത്തരങ്ങൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം മഹാരാജാവേ, കേട്ടോളൂ കേട്ടോ. നാരദൻ ചോദിക്കുന്നു, പുരാണ പുരുഷോത്തമാ, ജഗദാധാര, സർവജ്ഞ, ഈ ജഗത്ത് എവിടെ നിന്നാണ് ഉണ്ടായത്? ആരോട് ചോദിക്കണു? നാരായണ മുനിയോട് നാരദൻ ചോദിക്കണു. അതിനെ നിലനിർത്തുന്നതും അതിന്റെ അവസാനവും എങ്ങനെയാണ് ആണെന്ന് ദയവായി പറഞ്ഞു തരണേ. ഏതൊന്നിന്റെ ജ്ഞാനം കൊണ്ടാണോ മോഹങ്ങൾക്ക് കാരണമായ മായയെ ഇല്ലാതാക്കാൻ പറ്റുന്നത്, ആ ജ്ഞാനം ലഭിക്കുവാനുള്ള വഴി ഏതാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ നാരായണ മഹർഷി പറയുകയാണ്, ദേവർഷി വര്യ, ജഗത്തിന്റെ ഈ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യൻ മായയുടെ മോഹവലയത്തിൽ പെട്ട് ഭ്രമിക്കുകയേയില്ല. ഞാനടക്കം എല്ലാവരും പറയുന്ന ജഗത്തിന്റെ തത്വം ദേവി തന്നെയാണെന്നാണ്. ആ പരാശക്തി തന്നെയാണ് ത്രിഗുണങ്ങളെ കൊണ്ട് രഥ ജഗത്തിനെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും അതെ, സംഹരിക്കുന്നതും അതെ. സിദ്ധന്മാരായ ഋഷിവൈദ്യന്മാർ പൂജിക്കുന്ന ദേവീ സ്വരൂപത്തെ പറ്റി അങ്ങ് കേട്ടുകൊള്ളുക, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ആദ്യത്തെ മന്വന്തരാധിപതി ബ്രഹ്മപുത്രനും ശതരൂപാവതിയുമായ സ്വയംഭുവ മനുവാണ്. അദ്ദേഹം തന്റെ പിതാവിനെ ഭക്തിയോടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിധി ഇപ്രകാരം പറഞ്ഞു, പുത്ര, നീ പരാശക്തി പൂജ ചെയ്യണം കേട്ടോ. അപ്രകാരം ചെയ്ത് ദേവീ പ്രസാദം ലഭ്യമായാൽ പ്രജാസൃഷ്ടിയിൽ അങ്ങേക്ക് പ്രശംസ നേടാൻ സാധിക്കും. അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അച്ഛന്റെ വാക്കേട്ട് സ്വയംഭവമനു കഠിനമായ തപസ്സുകൊണ്ട് ദേവിയെ സന്തോഷിപ്പിച്ച് സ്തുതിക്കാൻ ആരംഭിച്ചു. ദേവേശി, സാക്ഷാൽ ബ്രഹ്മസ്വരൂപിണി, ശംഖചക്ര ഗദാപത്മ ഹസ്തേ, വിന്ധ്യാചല നിവാസിനി, സർവമംഗള മാംഗല്യേ ശിവേ, സർവാർത്ഥ സാധികേ, ശരണ്യേ ത്രംബകേ ദേവി, നാരായണി നമോസ്തുതേ. ഈ ജഗത്തിന് കാരണഭൂതയും ആദ്യന്തരഹിതയും മഹാതേജോനിധിയുമായ സർവേശ്വരി, നമസ്കാരം നമസ്കാരം. ആരുടെ കടാക്ഷം കൊണ്ടാണോ ബ്രഹ്മദേവൻ ജഗൽ സൃഷ്ടി ചെയ്യുന്നത്, വിഷ്ണു പരിപാലിക്കുന്നതും പ്രളയകാലത്ത് മഹാദേവൻ സംഹരിക്കുന്നതും, ആ സർവേശ്വരിയെ ഞാൻ നമസ്കരിക്കുന്നു അമ്മേ എന്ന് പറഞ്ഞു. അപ്പൊ മധുകൈടഭന്മാരെ പേടിച്ച് ദീനനായ പത്മസംഭവൻ ആരെ സ്തുതിച്ചിട്ടാണോ ആ ഭയത്തിൽ നിന്ന് രക്ഷ നേടിയത്, ആ ദേവിയെ ഞാൻ നമിക്കുന്നു. ശ്രീ, കീർത്തി, സ്മൃതി, കാന്തി, സതി, ലക്ഷ്മി, ഹിമാദ്രിജ, ദാക്ഷായണി, വേദഗർഭ, സിദ്ധിദായനി തുടങ്ങി എല്ലാ ശക്തിയും അവിടുന്ന് തന്നെയാണ്. അതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. ഞാൻ എന്നെ തന്നെ അവിടുത്തെ കാൽക്കൽ സമർപ്പിക്കുന്നു. ദേവി, അവിടുത്തെ വാഴ്ത്താം, പൂജിക്കാം, നമസ്കരിക്കാം. ബ്രഹ്മാവ് വേദനിധിയായതും വിഷ്ണു ലക്ഷ്മി നിവാസനായതും ഇന്ദ്രൻ മൂഢലോകത്തിന് അധിപതിയായതും അതുപോലെ തന്നെ വരുണൻ ജലാധിപതിയായതും വൈശ്രവണൻ ധനേശനായതും ഇന്ദു സുധാംശുവായതും ഇന്ദു ചന്ദ്രൻ കൃതാന്തൻ പിതൃനാഥനായതും നൈരൃതൻ രക്ഷോനാഥനായതും ആരുടെ കൃപാകടാക്ഷം കൊണ്ടാണോ ആ മംഗളസ്വരൂപിണി, അവിടുത്തെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു ഞാൻ. ഇപ്രകാരം സ്വയംഭൂവമനുവാൽ സ്തുതിക്കപ്പെട്ട ദേവി ബ്രഹ്മപുത്രനോട് പറയുകയാണ്, ഹേ ബ്രഹ്മസോനു,
നിന്റെ സ്തുതിയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു കേട്ടോ. എന്താണ് വരം വേണ്ടത് ചോദിച്ചാലും എന്ന് പറഞ്ഞു. അപ്പൊ ദേവിയുടെ വാക്ക് കേട്ട് സ്വയംഭൂമന് പറയാൻ തുടങ്ങി ദേവിയോട്, കരുണാനിധേ, എന്റെ സ്തുതി കൊണ്ട് അവിടുന്ന് പ്രസാദിച്ചുവെങ്കിൽ സൃഷ്ടികർമ്മം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. ഇതാ ഞാൻ അനുഗ്രഹിക്കുന്നു പുത്ര. സൃഷ്ടികർമ്മം ആരംഭിച്ചാലും അങ്ങക്ക് മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാവും. അങ്ങുണ്ടാക്കിയ ഈ സ്തോത്രം ആരാണോ പഠിക്കുന്നത് അവന് സർവ്വ അഭിഷ്ടങ്ങൾ നേടിയെടുക്കാനും സാധിക്കും എന്ന് ജഗദംബിക പറഞ്ഞു. പരാശക്തി സ്വയംഭൂമനുവിന് വരം കൊടുത്തു. അതിന് ശേഷം അവിടെ തന്നെ അന്തർധാനം ചെയ്യുകയും ചെയ്തു. വരം ലഭിച്ച സ്വയംഭൂമനു വിവിക്തമായ ഒരു സ്ഥലം, അതിമഹത്തായ ഒരു എല്ലാ ഐശ്വര്യങ്ങളും ചേർന്നൊരു സ്ഥലം വേണ്ടേ? അങ്ങനെയുള്ളൊരു സ്ഥലം തരാൻ അച്ഛനോട് പറഞ്ഞു. അവിടെ ഇരുന്ന് ഞാൻ പ്രജാ സൃഷ്ടി ചെയ്യാം, ഇങ്ങനെ കയ്യില. അതിന് പറ്റിയൊരു സ്ഥലം അങ്ങ് അനുവദിച്ചു തന്നാലും എന്ന് പറഞ്ഞു. പുത്രൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ചിന്തിച്ചു, എങ്ങനെയാണ് ഇത് സാധ്യമാവുക? സൃഷ്ടികാലം കഴിഞ്ഞിട്ട് നാളേറെയായി. ഭൂമി മുഴുവൻ പ്രളയാബ്ധിയിൽ മുങ്ങിക്കിടക്കുകയാണ്. ഞാൻ വിചാരിക്കുന്ന ഈ കാര്യം ആദിപുരുഷനായ ഭഗവാന് മാത്രമേ നടത്തിത്തരാൻ പറ്റുകയുള്ളൂ പുത്ര. ഞാൻ ആ ഭഗവാന്റെ ആജ്ഞാവർത്തി മാത്രമല്ലേ. അങ്ങനെ പറഞ്ഞ് മരീചി തുടങ്ങിയ ഋഷികളും മനു തുടങ്ങിയവരും ധ്യാനത്തിലിരിക്കുന്ന ബ്രഹ്മദേവന്റെ ചുറ്റുമിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്രഹ്മദേവന്റെ നാസാദ്വാരത്തിൽ നിന്ന് തള്ളവിരൽ വലുപ്പത്തിലുള്ള ഒരു പന്നിക്കുഞ്ഞ് എലിക്കുഞ്ഞോളന്നില്ല, അത്ര ചെറുതായിട്ട് ഇദ്ദേഹം ഇരുന്നിട്ട് ഭഗവാനെ ധ്യാനിച്ചുല്ലോ, പുറത്തേക്ക് ചാടി മൂക്കുന്നു. നമ്മള് ജലദോഷം വന്ന് ചീറ്റും പോലെ ചീറ്റി. കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ ചെറിയ പന്നിക്കുഞ്ഞുണ്ടല്ലോ വളർന്ന് വന്ന് ആനയോളം വളർന്നു. പന്നിയുടെ ഭീമാകാരം കണ്ട് തർക്കിച്ചു കൊണ്ടിരിക്കുന്ന മഹർഷിമാരോട് ബ്രഹ്മാവ് പറഞ്ഞു, തള്ളവിരൽ വലിപ്പത്തിലുള്ള ഈ പന്നിക്കുട്ടി എങ്ങനെയാണ് എന്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് ചാടിയത്? ഈ ദിവ്യ സത്വം എന്താണ്? ഇതെന്താണ് സാധനം? എനിക്കെന്നെ മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ ആനയോളം വലിപ്പത്തിലുമായി. ഇതാരാണ്? ഞങ്ങളുടെ സങ്കടം മാറ്റാൻ വന്ന യജ്ഞവരാഹമൂർത്തിയാണോ എന്നൊരു സംശയം. ഇപ്രകാരം സംശയം പ്രകടിപ്പിച്ച ബ്രഹ്മാവിന്റെ മുമ്പിൽ അദ്രിതുല്യനായ ഭഗവാൻ വരാഹമൂർത്തി ഉറക്കെ ഗർജിച്ചു. അതെ, ഞാൻ തന്നെയാണ് അതെന്നാണ് ആ ഗർജനത്തിന്റെ അർത്ഥം. ആ ഗർജനം കേട്ട് വിധിയും മുനീശ്വരന്മാരും സന്തോഷിച്ചു. ആ ശബ്ദം ദിക്കുകളിലെല്ലാം മാറ്റൊലിക്കൊണ്ടു. സങ്കടത്തെ ഹരിക്കുന്ന ഈ ഗർജനം കേട്ട് സത്യലോകത്ത് വസിക്കുന്ന ദേവന്മാരെ വേദസൂക്തങ്ങൾ കൊണ്ട് ആദിപുരുഷനെ സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തോത്രം കേട്ട് വരാഹമൂർത്തി ദയാഭാവത്തിൽ വാരധിയെ നോക്കി. വാരധി ദീനയായി പറഞ്ഞു, രക്ഷിക്കണേ രക്ഷിക്കണേ ശരണാഗത വത്സല. സമുദ്രത്തിന്റെ അപേക്ഷ കേട്ടപ്പോൾ വരാഹമൂർത്തി ധരയെ തിരഞ്ഞുകൊണ്ട് സമുദ്രത്തിൽ കൂളിയിട്ടിറങ്ങി. ഭൂമി എവിടെയാണെന്നറിയാൻ വരാഹമൂർത്തി സമുദ്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഘ്രാണിച്ചു നോക്കി. നല്ലൊരു വെയിറ്റിൽ ഒരു ബോള് വെള്ളത്തിൽ വീണതുപോലെ ഇപ്പൊ ഭൂമിയുള്ളത്. പാവം. സമുദ്രത്തിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന ധരയെ വരാഹമൂർത്തി തന്റെ തേറ്റമേൽ വെച്ച് പതുക്കെ പൊങ്ങി വന്നു. ഈ മണത്തറിയാൻ ഏറ്റവും സാമർഥ്യം ഈ പന്നികൾക്കാണ്. അവർ പന്നിയെ ഇങ്ങനെ കുത്തപ്പിടിച്ചിട്ട് ആക്കിക്കൊണ്ടല്ലോ നടക്കുക. താമരക്കുടമേന്തി നിൽക്കുന്ന ഗജേന്ദ്രനെ പോലെ വരാഹമൂർത്തി ധരയെ തേറ്റമേൽ പൊക്കി നിന്നു. ആ ദേവദേവനെ ബ്രഹ്മാവും ഋഷീശ്വരന്മാരും വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി. ബ്രഹ്മാവ് പറയുകയാണ്, സരോജാക്ഷ, ജയിക്ക ജയിക്ക, സർവമംഗളങ്ങളും അങ്ങേക്ക് വരട്ടെ. സർവകാമ ഫലപ്രദ, അങ്ങ് എടുത്തു പൊന്തിച്ചു നിൽക്കുന്ന ഭൂമിയെ കണ്ടാൽ ആനയുടെ തുമ്പിക്കയിൽ താമര ഇതൾ വിടർത്തി നിൽക്കുന്നത് പോലെ തോന്നുന്നു. ദേവദേവേശ നമസ്കാരം. ദൈത്യരെ നശിപ്പിക്കാനായി നാനാ അവതാരങ്ങൾ എടുക്കുന്ന ജ്യോതിർമൂർത്തിയെ നമസ്കാരം. അവിടുന്ന് എന്നെ സൃഷ്ടി ചെയ്യാൻ നിയോഗിച്ചു. യഥാശക്തി ഞാൻ സൃഷ്ടി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അവിടുത്തെ ആജ്ഞ അനുസരിച്ച് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഈ ഉള്ളവൻ പ്രവർത്തിച്ചു കൊള്ളാം. അവിടുത്തെ കൃപ കൊണ്ടാണ് ദേവന്മാർക്ക് അമൃത് ലബ്ധമായത്. അവിടുത്തെ ആജ്ഞയാലാണ് ഇന്ദ്രൻ സ്വർഗാധിപതിയായി എല്ലാ ദേവന്മാർക്കും സമ്പൂജ്യനായി അവിടുത്തെ സ്വർഗത്തില് വസിക്കുന്നുണ്ടല്ലോ ദേവേന്ദ്രൻ, സ്വർഗഭോഗങ്ങൾ അനുഭവിച്ചിട്ട് കള്ളൻ. അഗ്നിദേവനും ജഠരാഗ്നിയായ ദേവന്മാർക്കും മധുരന്മാർക്കും നരന്മാർക്കും സംതൃപ്തി കൊടുക്കുന്നത് അങ്ങയുടെ ശക്തിവിശേഷം കൊണ്ട് തന്നെയാണ്. ധർമ്മരാജാവും ജലാധിപതിയായ വരുണനും
രക്ഷോനാഥനായ നൈരുതിയും വിഘ്നപ്രണാശിയായ യക്ഷനും എല്ലാവർക്കും നാഥനായിരിക്കുന്നത് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്, കരുണാ കടാക്ഷം കൊണ്ടാണ്. മാരുതനും ഗന്ധവാഹിയായത് അവിടുത്തെ കൽപ്പന കൊണ്ടാണ്. ലോകത്തിലുള്ള സകല ചരാചരങ്ങളും ഇന്നതെന്ന് പറയാനില്ല, അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് വർത്തിക്കുന്നു. എല്ലാ ഈശ്വരന്മാർക്കും ലോകങ്ങൾക്കൊക്കെയും വന്ധ്യനുമായിരിക്കുന്ന ഭഗവാനെ, പൊന്നു തമ്പുരാനെ, അവിടുത്തെ ഞങ്ങൾ ശരണാഗതി അടയുന്നു. ആ ദേവനെ ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു. ഇപ്രകാരം ബ്രഹ്മാവിനെ സ്തുതിക്കപ്പെട്ട ആദിപുരുഷൻ തന്റെ കരുണാകടാക്ഷം കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു. പെട്ടെന്ന് മാർഗതടസ്സം ഉണ്ടാക്കാൻ വന്ന ഹിരണ്യാക്ഷനെ വരാഹമൂർത്തി ഗത കൊണ്ടാഞ്ഞടിച്ചിട്ട് വധിച്ചു. ഓന്റെ പണി തീർത്തു. ദേഹത്തിലൊക്കെ ചോര ഒലിച്ചുകൊണ്ട് നിൽക്കുന്ന വസുന്ധര ഭൂമിദേവി വരാഹമൂർത്തി ലീലയാടുന്ന മാതിരി അനായാസം തന്റെ തേറ്റമേൽ പൊക്കി നിർത്തി. അതിനുശേഷം വരാഹമൂർത്തി സ്വാലയം പോവുകയും ചെയ്തു. ഹരിയുടെ വിസ്മയകരമായ ഈ ധരോദ്ധാര കഥ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ തന്നെ പാപങ്ങളൊക്കെ നശിക്കും. അതുമാത്രമല്ല വിഷ്ണുപദം പ്രാപിക്കുകയും ചെയ്യും എന്നുള്ള ഒരു ഗുണപാഠത്തോടു കൂടിയാണ് ആ ഭാഗം ഇവിടെ സമർപ്പിക്കുന്നത്. ഇനി മനുവംശത്തിന്റെ വർണ്ണനയാണ് പറയാനുള്ളത്. അതും കൂടി പറയാം നമുക്കിന്ന്. ഭൂമിയെ യഥാസ്ഥാനത്തിൽ വെച്ച് ഹരി നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി. അപ്പോൾ ബ്രഹ്മാവ് മകനായ സ്വയംഭവ മനുവിനോട് പറഞ്ഞു, സ്വയംഭുവാ, മഹാബാഹോ, പുത്ര, ശ്രീഹരി ഭൂമി ഉദ്ധരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇനി ഈ ഭൂമിയിൽ ചെന്ന് സൃഷ്ടികർമ്മങ്ങൾ നടത്തിയാലും ഇത്ര നേരം ഞാൻ നിനക്ക് അതിന് സ്ഥലം തരാതിരുന്നത് ഭൂമിദേവി ഇല്ല, വെള്ളം മാത്രല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെയാണ് ഞാൻ നിനക്ക് സ്ഥലം തരിക. അപ്പൊ ഭൂമിയെ നമുക്ക് കിട്ടി, ഉദ്ധരിച്ചു കൊണ്ടുവന്നു ഭഗവാൻ. ആ ഭൂമിയിൽ ചെന്ന് സൃഷ്ടികർമ്മങ്ങൾ നടത്തിയാലും യജ്ഞേശ്വരനെ ആദിപുരുഷനെ യഥോചിതം പൂജിക്കണം കേട്ടോ. ആദ്യം പോരാ, ശ്രേഷ്ഠമായ പദാർത്ഥങ്ങൾ കൊണ്ട് ഭക്തിപൂർവ്വം യാഗം ചെയ്യുകയും വേണം. ശാസ്ത്രത്തിൽ പറഞ്ഞവണ്ണം വർണ്ണാശ്രമ ധർമ്മങ്ങൾ ആചരിക്കണം കേട്ടോ. എങ്കിലേ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. നല്ല തേജസ്സും വിനയസമ്പന്നന്മാരുമായ സദാചാര തൽപരന്മാരായ ആത്മതുല്യരായ മക്കളെ ജനിപ്പിക്കുക മകനെ. അവരെയൊക്കെ യഥാസമയം വിവാഹം കഴിപ്പിച്ച് കുടുംബഭരണം അവരെ ഏൽപ്പിച്ച് ഭഗവാനിൽ മനസ്സുറപ്പിക്കണം കേട്ടോ. വേദത്തിൽ പറഞ്ഞ അഷ്ടാംഗയോഗം ശീലിച്ച് ഭക്തിയോടുകൂടി ഭഗവാനെ സേവിച്ചാൽ യോഗികൾക്ക് ലഭിക്കുന്ന വിശിഷ്ടപദം ലഭ്യമാകും. സ്വയംഭവ മനുവിനോട് സൃഷ്ടി ചെയ്യുവാൻ ഏൽപ്പിച്ച് ബ്രഹ്മാവ് തന്റെ വാസസ്ഥാനമായ സത്യലോകത്തേക്ക് പോവുകയും ചെയ്തു. അപ്പൊ സ്വയംഭവ മനുവിന് ശതരൂപാദേവിയിൽ അതിസുന്ദരിമാരായ 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ജനിച്ചു. ആകൂതി, പ്രസൂതി, ദേവഹൂതി, ഇങ്ങനെയാണ് കേട്ടോ. പണ്ടേട്ട് ഈ പേരിൽ ഒരുപോലെ വിളിക്കല്. പെൺകുട്ടികൾക്ക് അങ്ങനെ പേര് വിളിച്ചത്. ആൺകുട്ടികൾക്കോ പ്രിയവ്രതനെന്നും മുത്താനപാതനെന്നും നാമകരണം ചെയ്തു. അതിൽ ആകൂതിയെ രുചി പ്രജാപതി വിവാഹം കഴിച്ചു. പ്രസൂതിയെ അരി കഴിച്ചു ദക്ഷപ്രജാപതി, പ്രജാപതിമാരനെ. 3ാമത്തെ പെൺകുട്ടിയെ ദേവഹൂതിയെ കർദമനും വിവാഹം ചെയ്തു. 3 പേരും പ്രജാപതിമാരാണ് കേട്ടോ. അവരിൽ നിന്നുണ്ടായവരാണ് ഈ പ്രജകളൊക്കെയും. അവരൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെയാണ്. ആകൂതിയിൽ യജ്ഞനും ദേവഹൂതിക്ക് കപിലനും പുത്രന്മാരായി ജനിച്ചു. ആ കപിലനാണ് സാംഖ്യാചാര്യനായി ലോകപ്രസിദ്ധനായത്. ഭഗവാൻ തന്നെയാണ്. ദക്ഷന് പ്രസൂതിയിൽ അനവധി പെൺകുട്ടികളും ജനിച്ചു. അവരിൽ നിന്നുണ്ടായവരാണ് ദേവന്മാരും മനുഷ്യരും തിരിയക്കുകളും മൃഗങ്ങൾ ഒക്കെ ചരങ്ങളായതും അചരങ്ങളായതെന്ന് പറയാതെ കുറെ അങ്ങനെ ഉണ്ടായി. ഭഗവാൻ യജ്ഞൻ ആ മന്വന്തരത്തിലെ മനുവായി. രാമന്മാരായ ദേവഗണങ്ങളോടുകൂടി രാജ്യം രക്ഷിച്ചു. സാംഖ്യശാസ്ത്ര വിശാരദനായ കപില മഹായോഗി അമ്മയായ ദേവഹൂതിക്ക് ജ്ഞാനോപദേശം നൽകി. ധ്യാനയോഗത്തിനും ആത്മജ്ഞാനം നേടാനും ഏറ്റവും ഉത്തമ ഗ്രന്ഥമായി കാപിലം അറിയപ്പെട്ടു. ആ മഹായോഗി ഉണ്ടല്ലോ, അവസാനം പുലഹാശ്രമത്തിൽ പോയി സാംഖ്യാചാര്യൻ എന്ന പേരിൽ പ്രസിദ്ധനായി. ഹരേ കപില മഹർഷി. അദ്ദേഹം ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. കുറെ ആളുണ്ടല്ലോ മരണമില്ലാത്തവരായിട്ട്, അതിൽ അദ്ദേഹം ഉണ്ടെന്നാണ് പറയുന്നത്. ആരുടെ പേര് കേട്ടാൽ തന്നെ സാംഖ്യശാസ്ത്രം കരസ്ഥമാകുന്നു ആ മഹായോഗിയായ കപില മഹർഷിക്ക് നമസ്കാരം. ഇപ്രകാരം മനുവിന്റെ പെൺകുട്ടികളുടെ വംശം വർണ്ണിച്ചു കഴിഞ്ഞു.
ഈ ചരിതം പഠിക്കുന്നവരുടെയും കേൾക്കുന്നവരുടെയും പാപങ്ങളൊക്കെ നശിച്ചു പോകും. ഇനി മനുവിന്റെ പുത്രന്മാരുടെ കഥ പറഞ്ഞു തരാട്ടോ. ആ കഥകൾ കേട്ടാൽ തന്നെ പാപങ്ങളൊക്കെ ഇല്ലാതാകും. അവർ തങ്ങളുടെ വംശത്തിനു വേണ്ടി ദ്വീപുകളെയും വർഷങ്ങളെയും സമുദ്രങ്ങളെയും പങ്കുവെച്ചു. ആ കഥ നമുക്ക് നാളെ പറയാം. ഇന്നത്തെ കഥ മഹാദേവിയുടെ ആ പൊന്നുതമ്പുരാന്റെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.